ഹായ്, ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് എണ്ണയില്ലാതെ തന്നെ എന്നാൽ എണ്ണയിൽ വറുത്ത അതേ സ്വാദിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ചിക്കൻ കട്ട്ലറ്റും പിന്നെ ചിക്കൻ സാൻഡ്വിച്ചും ആണ് കേട്ടോ. പിന്നെ ഇന്ന് ഞാനല്ല കേട്ടോ കുക്ക് ചെയ്യുന്നത്. ട്രിവാൻഡ്രം നന്തങ്കോട് ഹോളി ഏഞ്ചൽസിലുള്ള ISC സ്കൂളിലുള്ള എൻ്റെ കൂടെ കൊളീഗായിട്ട് വർക്ക് ചെയ്തിരുന്ന ടീച്ചറാണ്. ഇത് ബീന എബ്രഹാം എന്നാണ് ടീച്ചറിൻ്റെ പേര്. അപ്പോൾ ഞാൻ ടീച്ചറിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും തന്നെ ടീച്ചർ ഒരു 1/2 കിലോ ചിക്കൻ ബ്രസ്റ്റും പിന്നെ ഒരു 5-6 മീഡിയം സൈസ് പൊട്ടറ്റോയും കൂടെ ഉപ്പും കുരുമുളകും മഞ്ഞളും കൂടെ ഇട്ട് വേവിച്ച് കുക്കറിൽ വേവിച്ച് വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് സോഫ്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് എല്ലാം. ഇനി പൊട്ടറ്റോ ഒക്കെ നമുക്ക് സ്മാഷ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. പിന്നെ നന്നായിട്ട് കുക്കറിൽ വെന്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ സ്മാഷ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ചിക്കൻ ബ്രസ്റ്റ് ആണെങ്കിൽ ടീച്ചർ ഇലക്ട്രിക് ചോപ്പറിലാണ് കേട്ടോ ചോപ്പ് ചെയ്തെടുക്കാൻ പോണത്. അതുകൊണ്ട് അതും വളരെ ഫാസ്റ്റായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. കാരണം ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ചിക്കനിൽ തീരെ വെള്ളം വെക്കാതെയാണ് കുക്കറിൽ വെച്ചതെന്നാണ് പറഞ്ഞത്. എന്നിട്ട് പോലും വെള്ളം വന്നിട്ടുണ്ട് ചിക്കനിൽ നിന്നും. അപ്പോൾ അധികം വെള്ളം ഒഴിക്കാതെ തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഈ വെള്ളം ഞങ്ങൾ പിന്നീട് വറ്റിച്ചെടുത്തു. അപ്പോൾ പൊട്ടറ്റോ നല്ലതായിട്ട് സ്മാഷ് ചെയ്യുന്നുണ്ട്. പിന്നെ ചിക്കൻ ആണെന്നുണ്ടെങ്കിൽ ടീച്ചറിൻ്റെ കയ്യിലൊരു ഫോറിൻ ബ്ലാക്ക് ആൻഡ് ഡെക്കർ ബ്രാൻഡിൻ്റെ ഒരു ഇലക്ട്രിക് ചോപ്പറാണ് ഇരിക്കുന്നത്. അതിൻ്റെ ബേസ് ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ നല്ല ഹൈജീനിക് ആണ് കേട്ടോ. ഞാൻ ആമസോണിൽ നോക്കിയപ്പോൾ ഇവിടെ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ട് കണ്ടില്ല. പിന്നെ വേറെ പല ബ്രാൻഡുകളും നമുക്കിവിടെ അവൈലബിൾ ആണ് കേട്ടോ. പക്ഷേ സ്റ്റീലോ ഗ്ലാസ്സോ ആണെങ്കിൽ കുറച്ചുകൂടെ ഹൈജീനിക് ആയിരിക്കും എന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഇതിലിട്ടിട്ട് ഒരു സെക്കൻഡ് കേട്ടോ, ഞാൻ ഈ വീഡിയോ തീരെ കട്ട് ചെയ്തിട്ടില്ല. അത് അത്രയും സമയം മാത്രമേ എടുത്തിട്ടുള്ളൂ 1/2 കിലോ ചിക്കൻ ബ്രസ്റ്റ് ചോപ്പ് ചെയ്ത് കിട്ടാനായിട്ട്. പിന്നെ എല്ലില്ലാത്ത പീസസ് എടുക്കുന്നതായിരിക്കും എപ്പോഴും സേഫ്. ഇതുപോലെയുള്ള ബ്ലേഡ് കേടാവാതിരിക്കാനും പിന്നെ നമ്മൾ കഴിക്കുമ്പോഴും നമുക്ക് സേഫ് എല്ലില്ലാത്ത ചിക്കൻ ബ്രസ്റ്റ് പോലെയുള്ള പീസുകൾ കട്ട്ലറ്റിന് യൂസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതാ നന്നായിട്ട് 2 സെക്കൻഡ് പ്രസ് ചെയ്തപ്പോഴത്തേക്ക് തന്നെ നന്നായിട്ട് അടിപൊളിയായിട്ട് ചോപ്പ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അതൊരു പാത്രത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഇനി വെജിറ്റബിൾസൊക്കെ നോക്കാം. ഒരു 1.5 കപ്പോളം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി ഇടുമ്പോൾ സ്വാദ് കൂടുതലായിരിക്കും. ഒരു 2-3 സവാളയാണ് എടുത്തിരിക്കുന്നത് മീഡിയം സൈസ്. ആവശ്യത്തിന് പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇഞ്ചി കുറച്ച് കൂടുതലുണ്ട് കേട്ടോ. പിന്നെ ഇതും ചോപ്പറിൽ അരിയുന്നതുകൊണ്ട് തന്നെ കണ്ടോ ഇതുപോലൊരു മീഡിയം സൈസായിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചോപ്പറിൻ്റെയൊക്കെ ബ്ലേഡുകളൊക്കെ കുറേ ലാസ്റ്റ് ചെയ്യാനും പറ്റും. വലിയ കഷ്ണങ്ങളായിട്ട് ചോപ്പറിൻ്റെ ബ്ലേഡ് കേടാക്കുന്നതിനേക്കാളും നല്ലതാണ്. മോട്ടറും കേടാവാതിരിക്കാനായിട്ട് സേഫ് ചെയ്താണ്. കണ്ടോ അതും 1 സെക്കൻഡാണ് അടിച്ചത്. അപ്പോഴത്തേക്ക് തന്നെ അതും കൂടെ കിട്ടിയിട്ടുണ്ട്. ഇനി കടായി വെച്ചിട്ട് അതിലേക്ക് ഒരു 1 അല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ആകെ ഒഴിച്ചിരിക്കുന്നത് കേട്ടോ. അത് ചൂടായി വന്നപ്പോഴേക്കും കടുകിട്ടു. കടുകും പൊട്ടിത്തെറിക്കുമ്പോഴത്തേക്കും തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ കൂടെ ഇട്ട് കൊടുക്കുകയാണേ. പച്ചമുളകൊക്കെ നമ്മുടെ എരിവിനനുസരിച്ചിട്ട് ഇടാവുന്നതാണ്. ടീച്ചർ മുളക് പൊടി ഇട്ടിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ്. ഇനി മുളക് പൊടി ഇടുന്നവരാണെങ്കിൽ അതിന് കണക്കാക്കിയിട്ട് പച്ചമുളക് ഇട്ടാൽ മതി. പിന്നെ ഈ ഉള്ളി വാടാനുള്ള ഉപ്പാണ് ഇനി ഇട്ട് കൊടുക്കുന്നത്. അത് വളരെ ശ്രദ്ധിച്ച് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. നേരത്തെ നമ്മൾ ചിക്കനിൽ പൊട്ടറ്റോയുടെ കൂടെ ഉപ്പിട്ടിട്ടാണ് വേവിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് കണക്കാക്കി മാത്രം ഇടുക. ഇനി ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. അതുപോലെ 1.5 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇടുന്നുണ്ട്. ഇത്ര മാത്രമാണ് ഇപ്പോൾ ഇടുന്നത്. ഇനി അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ബ്രൗണൊന്നും ആവേണ്ടതാണ്. ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. അപ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ കറിവേപ്പില ഇടാവുന്നതാണ് കേട്ടോ. ഇതിൽ കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുള്ളൂ. ഈ സമയത്ത് കൂടുതൽ കറിവേപ്പിലയും മല്ലിയിലയും ഒക്കെ ഇട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. അത് മല്ലിയില ഞങ്ങൾ ഇട്ടിട്ടില്ല, അവിടെ ഇല്ലായിരുന്നു. അപ്പോൾ ഇനി ആ മിൻസ്ഡ് ചിക്കനൊക്കെ അതിലേക്ക് ഇട്ടു. ഓൾറെഡി നന്നായിട്ട് കുക്കായതുകൊണ്ട് ഇനിയും ഒരുപാടിട്ട് വേവിക്കേണ്ട. അതുകൊണ്ട് തന്നെ മീഡിയം ഫ്ലെയിം ടു ലോ ഫ്ലെയിം ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. 1-2 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്യുക. അത് നന്നായിട്ടെല്ലാം മിക്സ് ആയതിന് ശേഷം നമ്മൾ പൊട്ടറ്റോയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് കുറച്ചൊരു മീറ്റ് മസാലയാണ് ടീച്ചർ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ചിക്കൻ മസാല ഉള്ളവർക്ക് ചിക്കൻ മസാല ഏതാ ഇഷ്ടമെന്ന് വെച്ചാൽ അതിടാം. അതും ഒരു 1.5 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയാണ് പൊട്ടറ്റോയും കൂടി ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതി. ഇതൊന്നും അധികം വേവിക്കാനൊന്നുമില്ല. പൊട്ടറ്റോ ഒക്കെ നന്നായിട്ട് വെന്ത് കഴിഞ്ഞാണ്. ഈ സമയത്ത് മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ഇടാം, കറിവേപ്പില ഇടാം. ടീച്ചറിൻ്റെ ഗാർഡനിൽ നിന്ന് പറിച്ചുകൊണ്ടുവന്ന ഫ്രഷ് ആയിട്ടുള്ള പുതിനയാണ് ഇപ്പോൾ ഇടുന്നത് കേട്ടോ. അപ്പം എന്നിട്ട് ഇത് ഉടനെ ഒരു പരന്ന പാത്രത്തിലേക്ക് മാറ്റി തണുക്കാൻ വെക്കണം. ഇനി ഒരു മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ആ മുട്ട നമ്മൾ നന്നായിട്ട് ഫോർക്ക് വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. പിന്നെ ബ്രെഡ് ക്രംസ് കടയിൽ നിന്ന് വാങ്ങിച്ചാണ് കേട്ടോ. ഇത് ആ ചിക്കൻ്റെ മിക്സ് എല്ലാം കൂടി ടീച്ചർ ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് ഓവൽ ഷേപ്പ് ആക്കിയാണ് കട്ട്ലറ്റ് ഉണ്ടാക്കിയെടുക്കുന്നത്. നല്ല അടിപൊളിയായിട്ട് തന്നെ ഷേപ്പായി വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത്രയും ക്വാണ്ടിറ്റി ഒന്നും ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കുന്നില്ല. നമ്മുടെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടൊരു 4 മാത്രമാണ് ഇന്ന് ഉണ്ടാക്കുന്നത് കേട്ടോ. ഒരുപാടൊന്നും ഉണ്ടാക്കുന്നില്ല. ഇതുപോലെ ടീച്ചർ ഉരുട്ടി ബ്രെഡ് ക്രംസിൽ മുക്കി വെച്ചിട്ട് ഫ്രീസറിൽ സൂക്ഷിക്കും. ആവശ്യാനുസരണം എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് 4 റെഡിയായിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പ്രോസസ്സ് തന്നെയാണ്. മുട്ടയുടെ വെള്ളയിൽ ഇട്ട് മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രംസിലിടുന്നതാണ്. ബ്രെഡ് ക്രംസ് ഇത് വാങ്ങിച്ച ബ്രെഡ് ക്രംസാണ്, പൊടിച്ചതൊന്നുമല്ല. ഇനി വാങ്ങിച്ചതില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രെഡ് പൊടിച്ചിട്ട് ഇങ്ങനെ വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. പിന്നെ ഇതിൽ നന്നായിട്ട് ഇതിൽ എന്താ പറയുക പാക്ക് ചെയ്തെടുക്കണം കേട്ടോ. നമ്മുടെ ബ്രെഡ് ക്രംസിൽ നന്നായിട്ട് പൊതിഞ്ഞ് തന്നെ എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് അതിൽ പുരട്ടി എടുക്കുന്നുണ്ട്. നല്ല ഷേപ്പിലുള്ള കട്ട്ലറ്റാണ്. ഒരുപാട് ഓവർ സൈസും അല്ലായിരുന്നു കേട്ടോ. ഈ സൈസ് എനിക്ക് തോന്നുന്നു വളരെ കറക്റ്റാണ് കഴിക്കാനും ഒക്കെ.
പിന്നെ പെട്ടെന്ന് ഫ്രൈ ചെയ്ത് കിട്ടുകയും ചെയ്യും. ഇതാ ഈ ഒരു സൈസ് ആയിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നമ്മൾ എയർ ഫ്രയറിൻ്റെ ബാസ്ക്കറ്റിലേക്കാണ് വെക്കുന്നത് കേട്ടോ. അതാ ഇപ്പം തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ട് കണ്ടപ്പോൾ. അപ്പോൾ ഇനി എയർ ഫ്രയറിൽ വെച്ചിട്ടാണ് ഫ്രൈ ചെയ്യുന്നത്. അതിൽ സാധാരണ എയർ ഫ്രയറിൽ എല്ലാവരും എണ്ണ സ്പ്രേ ചെയ്യുകയും കട്ട്ലറ്റിൽ എണ്ണ സ്പ്രേ ചെയ്യുകയൊക്കെ ചെയ്യും. ടീച്ചർ ഒന്നും തന്നെ ചെയ്തിട്ടില്ല, വെറുതെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. വെറുതെ വെച്ച് കൊടുത്തിട്ട് ഇത് എയർ ഫ്രയർ അടച്ച് വെച്ചു. 20 മിനിറ്റ് 200 ഡിഗ്രി സെൽഷ്യസിൽ 20 മിനിറ്റാണ് സെറ്റ് ചെയ്തത്. പിന്നെ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമ്മളത് തുറന്ന് നോക്കും കേട്ടോ. 10 മിനിറ്റ് തുറന്ന് നോക്കുമ്പോഴത്തേക്കും തന്നെ ഒരു സൈഡ് മൊരിഞ്ഞ് കാണും. അപ്പോൾ മറ്റേ സൈഡ് മൊരിയാനായിട്ട് നമ്മളൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇതാ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എടുത്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ക്യാമറയിൽ കാണുമ്പോൾ കുറച്ച് ലൈറ്റായിട്ടാണ് കാണുന്നത്. ശരിക്കും നല്ല ഡാർക്ക് ബ്രൗൺ ആയിരുന്നു കേട്ടോ. ഇത് ലൈറ്റിൻ്റെ ഒരു ഇതുകൊണ്ടാണ് ലൈറ്റായിട്ട് കാണുന്നത്. അപ്പോൾ ഒന്ന് മറിച്ചിട്ട് വീണ്ടും ഒരു 10 മിനിറ്റ് കൂടെ സെറ്റ് ചെയ്ത് വെക്കുവാണേ. അപ്പം ഇനി 10 മിനിറ്റ് കൂടെ കഴിഞ്ഞപ്പോൾ ആകെ 20 മിനിറ്റ് കൊണ്ട് തന്നെ ഒട്ടും തന്നെ എണ്ണയില്ല. നമ്മൾ അടിപൊളി കട്ട്ലറ്റ് ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കളർ കണ്ടോ, നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഉള്ളിൽ നല്ല സോഫ്റ്റും പുറമേക്ക് നല്ല ക്രിസ്പിയുമായിട്ടുള്ള കട്ട്ലറ്റ് തന്നെയാണിത് കേട്ടോ. ഇനി എയർ ഫ്രൈ ഇല്ലാത്തവരാണെങ്കിൽ അത്യാവശ്യം കുറച്ച് എണ്ണ എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുത്താലും മതി. കാരണം ഓൾറെഡി എല്ലാം നല്ലതായിട്ട് വെന്തതാണല്ലോ. അപ്പോൾ ഇനി കട്ട്ലറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കാനായിട്ട് നോക്കാം. അതിന് ബ്രെഡ് പീസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതേ ഫില്ലിങ് തന്നെ കുറച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു പീസിൻ്റെ പുറത്ത് വെച്ച് കൊടുത്തിട്ട് അടുത്ത പീസ് അതിൻ്റെ പുറത്ത് വെച്ചു. ഇതും ടീച്ചർ ഇലക്ട്രിക് സാൻഡ്വിച്ച് മേക്കറിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇതുപോലെയുള്ള സാൻഡ്വിച്ച് മേക്കറായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നി. ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മൾ പ്രസ് ചെയ്തെടുക്കുന്നതിനേക്കാളും സേഫാണ്, പിന്നെ ക്ലീൻ ചെയ്യാൻ എളുപ്പമാണെന്ന് എനിക്ക് തോന്നിയിട്ട്. ഹൈജീനിക്കാണ് ഇത് കുറച്ചുകൂടി, ക്ലീനിങ് ഈസി ആയതുകൊണ്ട് തന്നെ. അപ്പം ഇത് പാനസോണിക്കിൻ്റെ ആണ്, പക്ഷേ ഇതിപ്പോൾ ഇവിടെ അവൈലബിൾ അല്ല കേട്ടോ. പക്ഷേ ഇതേ മോഡലിലുള്ള മറ്റേ നമ്മുടെ എന്താ പറയുക സാൻഡ്വിച്ച് മേക്കർ ഓൺലൈനൊക്കെ അവൈലബിൾ ആണ്, കടകളിൽ അവൈലബിൾ ആണ്. 2 മിനിറ്റ് കൊണ്ട് അതും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സാൻഡ്വിച്ചും റെഡി ആയിട്ടുണ്ട്, നമ്മുടെ കട്ട്ലറ്റും റെഡി ആയിട്ടുണ്ട്. രണ്ടും ഓയിൽ ഫ്രീ ആണ്, വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ്. ഇത് ടീച്ചറിൻ്റെ ഇൻഡോർ പ്ലാന്റ്സ് ഞാൻ ആ സമയത്തൊന്ന് കിച്ചണിലെ ഇൻഡോർ പ്ലാന്റ്സ് ആണ് കേട്ടോ, നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇത് പൈൻ കോൺ എന്ന് പറഞ്ഞ സാധനമാണ്. അത് ആ കോർണറിലിരിക്കും, നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഞാനതൊന്ന് വീഡിയോ എടുത്താണ്, നല്ല ഭംഗി കണ്ടു. അപ്പോൾ കുറേ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ എല്ലാ ഫുഡൊക്കെ റെഡിയായി. അതിനിടയിൽ ഞങ്ങൾ ചായയും കൂടെ ഉണ്ടാക്കി ചായ കുടിക്കാനിരുന്നു. 5:30 മണിയായി കേട്ടോ. ഞാൻ ഉച്ചയ്ക്ക് ശേഷം വന്നതാണ്. 5:30 മണിയായി രണ്ടും ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും. പിന്നെയും കേക്കൊക്കെ പ്ലാൻ ഇട്ടിരുന്നു, പക്ഷേ അതൊന്നും പിന്നെ ഉണ്ടാക്കാൻ മെനക്കെട്ടില്ല. അന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും കുറച്ച് ബിസി ഡേയും കൂടെ ആയിരുന്നു. വീഡിയോ എല്ലാവരും കണ്ടല്ലോ അല്ലേ? ഇഷ്ടപ്പെട്ടെങ്കിലും ലൈക്ക് ചെയ്യണേ, അതുപോലെ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു വരരുത് കേട്ടോ. പിന്നെ നിങ്ങളെങ്ങനെയാണ് കട്ട്ലറ്റ് ഉണ്ടാക്കുന്നതെന്നും എയർ ഫ്രയറിൽ എങ്ങനെയാണ് റെസിപ്പീസ് ചെയ്യുന്നതെന്നും കൂടെയൊക്കെ കമൻറ്റ് ചെയ്യണേ. അതുപോലെ ഇനി അടുത്ത വീഡിയോ കാണുന്നത് വരെ ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു. ഇനോഗ്രേഷൻ ഏതാ? കട്ട്ലറ്റ് ലേഡീസ് ഫസ്റ്റ്. ഓടല്ലേ അത്? കൊള്ളാം, സോഫ്റ്റാ.